പോലീസ് സേനയിലെ 28 വർഷത്തെ മാതൃകാപരമായ സേവനത്തിന് ശേഷം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എൻ ജ്യോതി പ്രകാശ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞായറാഴ്ച വിരമിച്ചു. സ്വന്തം നാടിന്റെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങി ജനങ്ങളുടെ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടി സമർപ്പിച്ച ജീവിതത്തിന്റെ അഭിമാനകരമായ ഒരു അധ്യായമാണ് ഇതോടെ പൂർത്തിയായത്. തൃത്താല മാകളശ്ശേരി കളത്തിൽ അച്യുതപ്പണിക്കരുടെയും ചാലിശ്ശേരി കവുക്കോട് നൂറാംപറമ്പിൽ തങ്കത്തിന്റെയും മൂത്ത മകനായ ജ്യോതി പ്രകാശ് ചാലിശ്ശേരിയുടെ മണ്ണിൽ വളർന്ന ജീവിതത്തിന്റെ ആദ്യപാഠങ്ങൾ നേടി. GLP സ്കൂളിലും SCUP സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹൈസ്കൂൾ പഠനം പെരിങ്ങോടായിരുന്നു. തുടർന്ന് കോസ്റ്റിംഗ് ആൻഡ് കോർപ്പറേഷനിൽ BCom ബിരുദം നേടി. ബാങ്കിൽ ജോലിയാണ് ആഗ്രഹിച്ചിരുന്നെങ്കിലും അച്ഛന്റെ ഇഷ്ടപ്രകാരം പോലീസ് ടെസ്റ്റ് എഴുതി പാസ്സായാണ് സേനയിലെത്തിയത്. 1998 നിലമ്പൂരിൽ പോലീസ് പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം ജനസേവനമെന്ന ലക്ഷ്യമായി പോലീസ് സേനയുടെ ഭാഗമായി. പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ, അഗളി, മണ്ണാർക്കാട്, ചാലിശ്ശേരി, തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിച്ചു. സ്റ്റേഷൻ റൈറ്റർ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, കോർട്ട് ഡ്യൂട്ടി, പ്രോസസ് ഡ്യൂട്ടി, ക്രൈം സ്ക്വാഡ്, ഡ്രൈവർ ഡ്യൂട്ടി, PRO ഡ്യൂട്ടി, ജനമൈത്രി പ്രവർത്തനങ്ങൾ തുടങ്ങി പോലീസ് വകുപ്പിലെ വിവിധ മേഖലകളിലുള്ള മിക്കവാറും എല്ലാ ചുമതലകളും തന്റെ 28 വർഷത്തെ സേവന കാലയളവിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു. എന്താന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് പോലീസിന്റെ പണി ശരിയാവില്ല എന്നൊരു ധാരണയിലായിരുന്നു ഞാൻ വരാതിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് 9 മാസമായി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് റിട്ടയർ ആയി പോകണമെന്നില്ല. ഷൊർണൂർ DYSP ഓഫീസിലെ സേവനകാലം അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ജീവിതങ്ങളിൽ ശ്രദ്ധേയമായ ഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. വിവിധ സ്റ്റേഷനുകളിലെ കേസ് അന്വേഷണങ്ങളിൽ സംഭവിക്കാവുന്ന പിഴവുകൾ കണ്ടെത്തി തിരുത്തുന്നതിനും അന്വേഷണങ്ങൾ കൂടുതൽ കൃത്യതയോടും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി നൽകിയ നിർദ്ദേശങ്ങൾ ഏറെ പ്രശംസ നേടിയിരുന്നു. സേവന കാലയളവിൽ ലഭിച്ച 9ഓളം ഗുഡ് സർവീസ് എൻട്രികൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയ്ക്കും കൃത്യനിർവഹണത്തിന്റെ മികവിനും ലഭിച്ച അംഗീകാരങ്ങളായി. ഡ്യൂട്ടിയിൽ കർശനമായ ഗൗരവം പുലർത്തിയിരുന്നെങ്കിലും വ്യക്തിജീവിതത്തിൽ എല്ലാവരോടും പുഞ്ചിരിയോടെ ഇടപെടുന്ന വ്യക്തിത്വമായിരുന്നു ജ്യോതി പ്രകാശിന്റേത്. തിരക്കേറിയ സേവന ജീവിതത്തിനിടയിലും വിശാലമായ സൗഹൃദ വലയം കാത്തുസൂക്ഷിച്ച അദ്ദേഹം സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. സേവനത്തിന്റെ തിരക്കുകൾക്കിടയിലും ഫുട്ബോൾ, കൃഷി, വായന എന്നിവയുള്ള ഇഷ്ടം കൈവിടാതെ സൂക്ഷിക്കുന്നുമുണ്ട്. സാഹിത്യത്തിൽ MT വാസുദേവൻ നായരുടെ നോവലുകളാണ് ഏറെ പ്രിയം. കൃഷിയോടുള്ള താല്പര്യം ഇന്നും ജീവിതത്തിന്റെ ഭാഗമായി തുടരുകയാണ്. KSRTCയിൽ സൂപ്രണ്ടായിരുന്ന പിതാവിന് ലഭിച്ച അച്ചടക്കവും ഉത്തരവാദിത്വ ബോധവുമാണ് തന്റെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ വഴികാട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. ഔദ്യോഗിക ജീവിതത്തിന്റെ അധ്യായം അവസാനിക്കുമ്പോൾ ജനസേവനത്തിന്റെയും കർത്തവ്യനിഷ്ഠയുടെയും 28 വർഷത്തെ സുവർണ സ്മരണകളുമായാണ് സബ് ഇൻസ്പെക്ടർ ജ്യോതി പ്രകാശ് കാക്കി യൂണിഫോമിനോട് വിടപറയുന്നത്. ഇതിനോടകം ഗ്രാമവാസികളിൽ നിന്നും ഒരു സംഘടനകളിൽ നിന്നും ലഭിച്ച ആദരവുകൾ അദ്ദേഹത്തിന്റെ സേവന ജീവിതത്തിന് ലഭിച്ച വലിയ അംഗീകാരങ്ങൾ തെളിവായി മാറി. ഏറ്റവും സന്തോഷത്തോടെ ഡ്യൂട്ടി ചെയ്തതും സ്വന്തം സ്റ്റേഷനിൽ നിന്ന് വിരമിക്കാൻ കഴിഞ്ഞതും ഒരു വലിയ ഭാഗ്യമായി ഇദ്ദേഹം കരുതുന്നു. എല്ലാവരും ചോദിക്കും എന്താ ചാലിശ്ശേരിക്ക് വരാത്തത്, പക്ഷേ ഒരു ഓഫീസറായ ചാലിശ്ശേരി വന്നാൽ ബുദ്ധിമുട്ടാവും എന്ന് കരുതി മാത്രം ചാലിശ്ശേരി വേണ്ട. അവസാനം തൃശ്ശൂർ SP പാലക്കാട് SPക്ക് ഓർഡറാക്കി ചാലിശ്ശേരി പാലക്കാട് ജില്ലയിൽ വന്നപ്പോൾ SP സാറിൻ്റെ അടുത്ത് പോയപ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റേഷൻ ഞാൻ പറയാം, ഒന്നുകിൽ നിങ്ങൾ ഒറ്റപ്പാലത്ത് പോവുക അല്ലെങ്കിൽ ചാലിശ്ശേരി പോവുക. എനിക്ക് 9 മാസം കിട്ടും. മനസ്സിൽ ചാലിശ്ശേരി വർക്ക് ചെയ്ത ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാമെങ്കിലും കുറച്ച് സമയമെങ്കിലും സ്വന്തം നാട്ടിൽ സ്വന്തം സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചാലിശ്ശേരിക്ക് പോകുന്നു. അങ്ങനെ ചാലിശ്ശേരി ജോയിൻ ചെയ്തു. മെയ് 31 ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ SHO N ബിജോയ് ബൊക്കെ നൽകി അദ്ദേഹത്തെ വീട്ടിലേക്ക് ആനയിച്ചു. വീട്ടിലെത്തിയപ്പോൾ ജ്യോതി പ്രകാശ് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. തുടർന്ന് നടന്ന സ്നേഹവിരുന്നിൽ തൃത്താല MLA VT ബൽറാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം A വിജയൻ, ചാലിശ്ശേരി, തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ DYSP ഓഫീസ്, റെയിൽവേ പോലീസ്, ഹൈവേ പോലീസ് എന്നിവരുടെ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, ജാഗ്രതാ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ജനസുരക്ഷയ്ക്കായി 28 സമർപ്പിച്ച ഈ കർത്തവ്യനിഷ്ഠ ഉദ്യോഗസ്ഥരെ വിരമിക്കൽ ജീവിതവും സേവനത്തിന്റെ സ്നേഹത്തിന്റെയും പുതിയ അധ്യായമാകട്ടെ എന്ന് നാട്ടുകാരും സഹപ്രവർത്തകരും ആശംസിച്ചു. ഈശ്വരഭക്തനായ ജ്യോതി പ്രകാശ് വിരമിച്ച ശേഷവും സാമൂഹ്യ ആത്മീയ രംഗങ്ങളിൽ സജീവമാകുകയാണ്. ചാലിശ്ശേരി കവുക്കോട് കുളത്താണി വിഷ്ണുശാസ്ത്ര ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായി അദ്ദേഹം ജൂൺ 6 മുതൽ പ്രവർത്തനം തുടരും. നിയമം നമ്മുടെ സംരക്ഷണത്തിനായുള്ളതാണെന്നും അതിനെ പേടിക്കേണ്ടതില്ല, എന്നാൽ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും കൂടാതെ മയക്കുമരുന്നിനെതിരെ പുതിയ തലമുറ ശക്തമായി നിലകൊള്ളണമെന്നും യുവാക്കൾ ജാഗ്രത പുലർത്തണമെന്ന സന്ദേശവും അദ്ദേഹം സമൂഹത്തിന് നൽകി. അമ്മ തങ്കമ്മയോടൊപ്പമാണ് താമസം.
ശ്രീലയാണ് സഹധർമ്മിണി. ബിടെക് ബിരുദധാരി കിരൺ, കമ്പനി സെക്രട്ടറിഷിപ്പ് പഠനം തുടരുന്ന മിഥുൻ എന്നിവരാണ് മക്കൾ.